ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വരാൽ തൊലി പൊളിക്കുന്നതാണ് കാണിക്കുന്നത്. വരാൽ ഓൾറെഡി ഞാൻ ഒരെണ്ണം തൊലി പൊളിച്ച് കേട്ടോ. തൊലി പൊളിച്ച് കഴിഞ്ഞപ്പോഴാണ് വരാൽ തൊലി പൊളിക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല എന്ന് തോന്നിയത്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഞാൻ വരാലിൻ്റെ തൊലി പൊളിക്കുന്നത് കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പിടുത്തം കിട്ടാനായിട്ട് ഞാൻ അടുപ്പിലെ ചാരം ഇല്ലേ, അതാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ നല്ലപോലെ പിടുത്തം കിട്ടണം, അല്ലെങ്കിൽ ഇതിങ്ങനെ തെന്നിപ്പോവും. ഞാൻ ചെതമ്പലൊന്നും എടുക്കുന്നില്ല, അല്ലാതെ തന്നെ മൊത്തത്തിൽ ഒരുമിച്ചാണ് വരാലിൻ്റെ തൊലി പൊളിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചാരം നല്ലപോലെ തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലെ ഫസ്റ്റ് നമുക്കിങ്ങനെ മുകളിലോട്ട് നിൽക്കുന്ന ചെതമ്പലല്ല, ഈ അതിൻ്റെ ചിറക് അത് നമുക്ക് കട്ട് ചെയ്ത് ആദ്യം കൊടുക്കാം. മുകളിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ ആ തലയുടെ ആ നല്ല കട്ടിയുള്ള ഭാഗത്തിൻ്റെ അവിടെ വരെ നമുക്കിത് ആദ്യം ചെത്തി എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ താഴെയും അതുപോലെയുണ്ട്, അതും നമുക്ക് ഇതുപോലെ നല്ലപോലെ ചെത്തി നമുക്ക് എടുക്കാം. അപ്പം രണ്ട് സൈഡും ഇങ്ങനെ ഇതാണെങ്കിൽ പെട്ടെന്ന് തൊലി എടുക്കാനും എളുപ്പമുണ്ട് കേട്ടോ. അങ്ങനെ ആ ഭാഗം കൂടെ നമ്മൾ നല്ലപോലെ ഒന്ന് ചെത്തിയെടുത്തിട്ട് ആ മുറിയാത്ത ഭാഗം ഞാനൊന്ന് കത്തി കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സെൻറ്റർ കട്ട് ചെയ്ത് ഇങ്ങനെ പതുക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അതിൻ്റെ കയ്യോ എന്താ ഈ ഭാഗമില്ലേ, ഈ രണ്ട് സൈഡിലെ ചെകള ഭാഗത്ത് വരുന്ന ആ ഒരു ഇതില്ലേ, അതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഉള്ളിലോട്ട് തള്ളി കട്ട് ചെയ്ത് കൊടുക്കാം. അത് രണ്ട് സൈഡും നമ്മൾ ആദ്യം കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് റൗണ്ടിൽ, അതായത് മൊത്തത്തിലൊന്ന് നമ്മൾ ഈ കത്തി കൊണ്ടൊന്ന് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മുറിക്കുക. അതായത് ആ തൊലി ഇങ്ങനെ പറിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വട്ടനെ ഒന്ന് ഇതിനെ വെട്ടി വെക്കാം. ഇങ്ങനെ വെട്ടി വെച്ചതിന് ശേഷം അപ്പോൾ മുകളിൽ നിന്ന് ഞാൻ ഫസ്റ്റ് ടൈം ആദ്യത്തെ വരാൽ ഞാൻ മുകളിൽ നിന്നാണ് വലിച്ചത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അതിൻ്റെ ഒരു സൈഡ് പൊളിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഭാഗം ഞാൻ ഈ താഴ്വശത്ത് നിന്ന് പൊളിച്ചപ്പോൾ ആ ഭാഗം പെട്ടെന്ന് തന്നെ എനിക്ക് പൊളിക്കാൻ കിട്ടി. അപ്പോൾ ഞാൻ ഇത് അതുപോലെയാണ് പൊളിച്ച് കാണിക്കുന്നത്. നമ്മൾ ഈ താഴ്വശമില്ലേ, താഴ്വശത്തിൻ്റെ ആ ഒരു കോർണറിൽ നിന്ന് നമ്മളിങ്ങനെ പതുക്കൊന്ന് തൊലി ഇങ്ങനെ ഇതാക്കുവാണെങ്കിൽ വേഗം നമുക്ക് കിട്ടും. ഈസി ആയിട്ട് നമുക്ക് ഇത് പൊളിച്ച് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി സ്പീഡിൽ വലിക്കുന്നതുകൊണ്ടാണ്. സ്പീഡിൽ വലിക്കുമ്പോൾ നമ്മുടെ അതിൻ്റെ മാംസം ചെറുതായിട്ട് ഇങ്ങനെ പുറത്തോട്ട് തിന്മ തൊലിയുമ്പോൾ പിടിച്ച് വരും. അപ്പോൾ പതുക്കെ എടുക്കുവാണെങ്കിൽ അങ്ങനെ വരാതെ കിട്ടും കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ വശവും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അതും നമുക്ക് ഈ താഴ്വശത്ത് ഇങ്ങനെ താഴ്വശം പൊളിക്കുമ്പോൾ ഒരു ഹാർഡായിട്ട് നമുക്ക് തോന്നിയില്ല കേട്ടോ. അങ്ങനെ നമുക്ക് പൊളിച്ചിട്ട് നമുക്കിതുപോലെ രണ്ട് സൈഡും നമുക്കിതുപോലെ തൊലി പൊളിച്ചെടുക്കാം. അപ്പോൾ ഒരെണ്ണം കാണിക്കാൻ വീഡിയോ എടുത്തില്ലായിരുന്നു, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് തൊലി പൊളിക്കുന്നത്. അതുകൊണ്ട് ഇത് ശരിയായില്ലെങ്കിലോ എന്ന് വിചാരിച്ചെടുത്തില്ല. അത് ശരിയായപ്പോഴാണ് ഞാൻ ഈ സെക്കൻഡ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി തൊലി പൊളിച്ചത് കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് ഇതിൻ്റെ ചാരമൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ വരാലിങ്ങനെ കട്ട് ചെയ്തെങ്കിൽ അതുപോലെ നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. ഇനി ഞാൻ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അപ്പോൾ ഓൾറെഡി കല്ലുപ്പിലോട്ടാണ് ഈ ഇത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഗോതമ്പ്, ഏതെങ്കിലും മാവ് മതി കേട്ടോ. മൈദപ്പൊടി ആണെങ്കിലും ഗോതമ്പ് പൊടി, അരിപ്പൊടി, ഏതെങ്കിലും ഒരു മാവ് നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഞാനൊരു 15 തൊട്ട് ഒരു 20 മിനിറ്റ് വരെ ഇതിനൊന്ന് നമ്മളിങ്ങനെ ഇതിനെ മൊത്തത്തിലൊന്ന് എല്ലായിടത്തും ആക്കിയിട്ട് നമുക്കൊന്ന് വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് വെള്ളം നനച്ചിട്ട് ആദ്യം നല്ല ചട്ടിയിലിട്ട് നല്ലപോലെ ഉരച്ച് നമുക്ക് ആദ്യം ക്ലീൻ ചെയ്തെടുക്കാം. അതിന് ശേഷം പിന്നെ നമ്മൾ ടാപ്പിൽ, ഞാൻ ഇവിടെ വെള്ളത്തിനൊന്നും കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ ടാപ്പ് ഏത് നോൺ വെജൊക്കെ കഴുകുമ്പോഴും ഞാനിങ്ങനെ ടാപ്പ് ഇങ്ങനെ തുറന്നിട്ട് കഴുകി വെള്ളം തെളിയുന്ന വരെയാണ് കഴുകുന്നത് കേട്ടോ. ഈ മീനും അതുപോലെ തന്നെയാണ്. ഞാൻ വെള്ളമില്ലാത്തവർക്ക് ഓരോ പ്രാവശ്യം കഴുകി കളഞ്ഞ് പിന്നെ ഒഴിച്ച് അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ടാപ്പിൽ നിന്ന് തന്നെ വെള്ളം ചെറുതായിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ലപോലെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി. ഇപ്പോൾ നല്ലപോലെ തെളിഞ്ഞ് വരാൽ നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വരാലിൻ്റെ കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തൊലി പൊളിക്കാമെന്നുള്ളത് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ വരാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വീട്ടിലോട്ടല്ല, ഇത് മോൻ്റെ ഒരു ഫ്രണ്ട് മേടിച്ചതാണ്. ഇത് അപ്പോൾ അവർക്ക് നന്നാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.